പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രോട്ടീൻ അടിക്കാനാണോ? കിഡ്നി അടിച്ചു പോകും കേട്ടോ. അവനൊക്കെയുണ്ട്, അവൻ പ്രോട്ടീനാണ്. എൻ്റെ ഇടാ പ്രോട്ടീനൊക്കെ അടിക്കുമ്പോൾ കൊച്ചുങ്ങളുണ്ടാകത്തില്ല. പിന്നെ സ്ട്രോക്ക് ഇതൊക്കെ വരും. ഉറപ്പാ. എൻ്റെ കാര്യം പോയി. അവനൊക്കെയുണ്ട്, അവന് പ്രോട്ടീനാണ് കേട്ടോ. നമ്മളൊക്കെ പണ്ട് ജിം എടുക്കാൻ പോയിട്ടുള്ളതല്ലയോ? പണ്ട്, വളരെ പണ്ട്, ഇപ്പോഴെങ്കിലും ഇല്ല, കുഞ്ഞില്. പ്രോട്ടീനൊന്നും അടിക്കണ്ട, കിഡ്നി അടിച്ചു പോവാനാ. പ്രോട്ടീൻ പൗഡർ എന്താ ആളെ കൊല്ലിയാണോ? അപ്പോൾ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ്, ഞങ്ങളിവിടെ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവെ പറയാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എവിടുന്നേലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അതായത് പ്രോട്ടീൻ പൗഡർ കഴിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും കിഡ്നി അടിച്ചു പോകും, അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ കഴിക്കുവാണെങ്കിൽ കുട്ടികളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ എവിടുന്നേലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോ? നമുക്ക് കണ്ടറിയാം ഇന്നത്തെ ഫിറ്റ്നസ് എപ്പിസോഡിൽ. അപ്പോൾ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പ്രോട്ടീൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ എന്താണ് പ്രോട്ടീൻ? അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഡയറ്റിനകത്തുള്ള മെയിൻ 3 മാക്രോ ന്യൂട്രിയൻസ് ആണ് പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്സ്, അതുപോലെ തന്നെ ഫാറ്റ്സ്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിനായിട്ട് ഈ മാക്രോ ന്യൂട്രിയൻസ് ഒക്കെ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ കാലറീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ 1 ഗ്രാം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4 കാലറീസോളം വരും. അതുപോലെ തന്നെ കാർബ്സ് കാർബോഹൈഡ്രേറ്റ്സിനും ഏകദേശം 4 കാലറീസോളം ഉണ്ട് 1 ഗ്രാം. പക്ഷേ അതേസമയം ഫാറ്റിന് 1 ഗ്രാം ഫാറ്റിന് ഏകദേശം ഒരു 9 കാലറീസോളം വരും. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ കാലറി ഡെൻസ് ആണ് ഫാറ്റ് പ്രോട്ടീനെ അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്. അതുകൊണ്ടൊക്കെയാണ് ഫാറ്റി ഫുഡ് കൂടുതൽ കഴിക്കുവാണെങ്കിൽ കൂടുതൽ തടി വെക്കാനായിട്ടുള്ള ഒരു കാരണം വരുന്നത്. കാരണം തടിയൊക്കെ വെക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ്റെനൻസ് കാലറിയിൽ നിന്ന് കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഡയറ്റിനകത്ത് വിവിധ അളവിൽ പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഒരു സാധാരണ ഒരു വ്യക്തി എന്തോരം വെയിറ്റ് അദ്ദേഹത്തിന് കിലോഗ്രാമിലുണ്ട്, അറ്റ്ലീസ്റ്റ് അത്രത്തോളമെങ്കിലും ഗ്രാമിൽ പ്രോട്ടീൻ കഴിക്കണമെന്നാണ്. അതായത് ഇപ്പോൾ ഒരു 60 കിലോ വെയിറ്റ് ഉള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ഏകദേശം ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഒരു 60 ഗ്രാമെങ്കിലും പ്രോട്ടീൻ കഴിച്ചിരിക്കണം എന്നാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുന്ന ആൾക്കാരെ സംബന്ധിച്ച് കുറച്ചുകൂടെ പ്രോട്ടീൻ്റെ ആവശ്യം വേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് മസിൽ ബ്രേക്ക് ഡൗൺ നടക്കുന്നുണ്ട്. അതായത് മസിൽസിനകത്ത് ചെറിയ മൈക്രോ ടയർസ് നടക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ മസിൽസിന് സ്ട്രെസ്സ് വരുന്ന സമയത്ത്, അതായത് കളിക്കുന്ന സമയത്ത്, ഓടുന്ന സമയത്ത്, ചാടുന്ന സമയത്തോ ഇല്ലേ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന സമയത്തോ. അപ്പോൾ ഈ മസിൽസിൻ്റെയൊക്കെ റിപ്പയറിനും അതുപോലെ തന്നെ ആ മസിൽസൊക്കെ റീബിൽഡ് ചെയ്യാനായിട്ടും പ്രോട്ടീൻ്റെ ആവശ്യം നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞിടത്ത് വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടെ പ്രോട്ടീൻ്റെ ആവശ്യം തീർച്ചയായിട്ടും വേണ്ടി വരും. അതിപ്പോൾ ഡയറ്റ് വഴി കിട്ടുന്നില്ല. ചില ആൾക്കാർ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡയറ്റ് വഴി കിട്ടുന്നില്ലാത്ത പ്രോട്ടീൻ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടും കുറച്ചുകൂടി ഈസി ആയിട്ട് ഒറ്റയടിക്ക് കിട്ടും. അപ്പോൾ ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ജസ്റ്റ് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുമ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ഫാറ്റ്സിൻ്റെയും അളവ് വളരെയധികം കുറവായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടും തന്നെ കാണത്തില്ല. ആക്ച്വലി ഇത്രയേ ഉള്ളൂ പ്രോട്ടീൻ പൗഡർ. അപ്പോൾ ഈ പ്രോട്ടീൻ കുഴപ്പമില്ലാത്ത കാര്യമാണ്. പ്രോട്ടീൻ പൗഡർ എന്തുകൊണ്ട് കുഴപ്പമുള്ള കാര്യമാണ്? അപ്പോൾ ഈ പ്രോട്ടീൻ പൗഡറിൻ്റെ ലേബലൊക്കെ നോക്കുന്ന സമയത്ത് കുറേ കെമിക്കൽസൊക്കെ ഇങ്ങനെ അടുക്കി ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലൂസീൻ, ഗ്ലൈസീൻ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴേ പേടിച്ചു. പക്ഷേ ഇതൊക്കെ സത്യത്തിൽ നമ്മുടെ ഡയറ്റിനകത്തൊക്കെ ഉള്ള പ്രോട്ടീനൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ പ്രോട്ടീൻ പൗഡറിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ വേ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അത് ഈ പശുവിൻ്റെ പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോട്ടീനാണ്. അതുപോലെ തന്നെ വേറെ ഇഷ്ടംപോലെ സൈസുള്ള പ്രോട്ടീൻ പൗഡേഴ്സ് ഉണ്ട്. അതായത് സോയ് പ്രോട്ടീൻ, അതുപോലെ തന്നെ പീ പ്രോട്ടീൻ. അതൊക്കെയാണ് ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ വേ എന്ന് പറയുന്ന സംഭവം തന്നെ ഈ പാല് പിരിയുന്ന സമയത്ത് കസീനും വേ ആയിട്ട് മാറും. അപ്പോൾ അതാണ് ഈ വേ. ഈ വേ ഇനിയും പിന്നെ കമ്പനിക്കാർ എടുത്ത് മൈക്രോ ഫിൽട്രേഷനൊക്കെ നടത്തിയിട്ട് പൗഡർ ഫോമിൽ കൊണ്ട് ഷെൽഫിൽ വെക്കുന്നതാണ് ഈ വേ പ്രോട്ടീൻ പൗഡർ. അപ്പോൾ ഇതുപോലത്തെയുള്ള പല പ്രോസസ്സുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഡിഫറെൻറ്റ് പ്രോട്ടീൻ പൗഡേഴ്സ്. എന്നാൽ ഈ പ്രോട്ടീൻ പൗഡറൊക്കെ നമുക്ക് എന്തോ വലിയ വിപത്തുണ്ടാക്കുന്ന സാധനമാണെന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മൾ കേട്ടതൊന്നും തെറ്റാൻ വഴിയില്ലല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മീഡിയയുടെ റിപ്പോർട്ടിംഗ് ആണ്. പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിനും ചിട്ടവട്ടങ്ങളുണ്ട്. ഉയർന്ന തോതിൽ പ്രോട്ടീൻ ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്നതിനാൽ 1 കപ്പ് പൗഡർ കഴിച്ചാൽ നിശ്ചിത അളവിൽ വെള്ളം കുടിക്കണമെന്നാണ് വ്യവസ്ഥ. മണിക്കൂറുകളോളം വർക്കൗട്ട് ചെയ്യണം. കഴിക്കേണ്ട ഭക്ഷണം സംബന്ധിച്ചും നിബന്ധനകളുണ്ട്. അതല്ലെങ്കിൽ ഇത് ഗുരുതരമായ ഭവിഷ്യത്തിനിടയാക്കുമെന്ന് മെഡിക്കൽ വിദഗ്ധർ പറയുന്നു. അല്ലെങ്കിൽ ഇതിനെ മീഡിയയുടെ തെറ്റായിട്ടുള്ള റിപ്പോർട്ടിംഗ് എന്ന് വേണേൽ പറയാം.
അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ തെറ്റായിട്ടുള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ മിസ്റെപ്രസെന്റ് ചെയ്യുന്നതും. ഇതൊക്കെ കേട്ടാൽ എന്തോ വലിയ കൂടിയ വിഷം നിറച്ചു വരുന്ന സാധനമാണ് ഈ പ്രോട്ടീൻ പൗഡർ എന്ന് ആരായാലും കരുതത്തുള്ളൂ. അപ്പോൾ ഇത് ഒരു സൈസ് അന്ധവിശ്വാസമാണ്. അപ്പോൾ ഇങ്ങനെ ഫിറ്റ്നസിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ജേർണലിസ്റ്റുകൾ ചുമ്മാ വെറുതെ തള്ളുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ ഉത്ഭവിക്കുന്ന എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വലിയ വലിയ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുന്ന ബോഡി ബിൽഡേഴ്സൊക്കെ തീർച്ചയായിട്ടും നാച്ചുറൽ അല്ലായിരിക്കും. അതായത് ഇവരെന്തെങ്കിലുമൊക്കെ പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ്സോ ഇല്ലേ ചുരുക്കം പറയുകയാണെങ്കിൽ സ്റ്റിറോയിഡ്സ് തീർച്ചയായിട്ടും എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെയുള്ള ആൾക്കാർ തന്നെ നിരവധി സപ്ലിമെൻറ്റ് കമ്പനീസിൻ്റെയൊക്കെ ബ്രാൻഡ് അംബാസഡേഴ്സോ ഇല്ലേ അവരുടെ സപ്ലിമെൻറ്റ്സിൻ്റെ മെയിൻ മുഖചിത്രമായിരിക്കും. കാരണം അവർക്ക് നല്ല സൈസും ഫിസിക്കും ഉള്ള കാരണം ഇവരെ വെച്ച് മാർക്കറ്റ് ചെയ്യുവാണ് ഇവരുടെ സപ്ലിമെൻറ്റ്സ് ഒക്കെ പെട്ടെന്ന് വിറ്റു. അപ്പോൾ അതിനായിട്ടാണ് മെയിനായിട്ട് സപ്ലിമെൻറ്റ് കമ്പനീസൊക്കെ ഇവരെ കൂട്ടുപിടിക്കുന്നത്. പക്ഷെ നാളെ ഒരു സമയത്ത് ഇതുപോലത്തെയുള്ള ബോഡി ബിൽഡേഴ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പം പറ്റുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കരുതാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഈ സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കുന്നതുകൊണ്ടായിരിക്കും ഇവർക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നത്, ഇവർക്ക് ഓരോ സൈഡ് എഫക്ട്സുകളും അതുപോലെ തന്നെ ഓരോരോ ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ്. കാരണം ഒരിക്കലും ഇവർ യൂസ് ചെയ്യുന്ന സ്റ്റിറോയിഡ്സിനെ കുറിച്ച് അത് ഇല്ലീഗലായതുകൊണ്ട് പുറത്തു പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ സ്റ്റിറോയിഡ്സ് അടിക്കുന്ന കാരണം ഇഷ്ടംപോലെ സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ടുള്ള ഒരു ലിമിറ്റിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സ്റ്റിറോയിഡ്സ് എന്ന് പറയുമ്പോൾ ഈ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ ബോഡി ബിൽഡ് ചെയ്യാനായിട്ട് ആൾക്കാർ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് മസിൽസ് പെട്ടെന്ന് ഡെവലപ്പ് ആവും. അതാണ് ഈ പുരുഷ ഹോർമോണിൻ്റെ ഒരു ഗുണം. ഇത് അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലും അതുപോലെ തന്നെ അൺസേഫായിട്ട് എടുക്കുന്ന സമയത്തും അത്യാവശ്യം നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോണൽ ബാലൻസിനെ തന്നെ തകിടം മറിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ബോഡി ബിൽഡേഴ്സ് എല്ലാം ഈ സ്റ്റിറോയിഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കാരണത്താൽ എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്റ്റ് വന്നിട്ട് പടവാവുകയാണെങ്കിൽ ഉടനെ ആൾക്കാരും മീഡിയയും കുറ്റം പറയാൻ പോകുന്നത് ഇല്ല പഴി ചാരാൻ പോകുന്നത് ഇതുപോലത്തെയുള്ള സപ്ലിമെന്റ്സിനെയാണ്. അതായത് ഈ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഇല്ല ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ വന്നത് എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് അസ്യൂം ചെയ്യും. പക്ഷേ സത്യത്തിൽ ഇതാണ് സംഭവം. അപ്പോൾ തീർച്ചയായിട്ടും ഇതുകൊണ്ടാണ് പ്രോട്ടീൻ പൗഡറിന് പൊതുവെ ഒരു ചീത്ത പേര് ലിങ്ക് ആയിട്ടുള്ളത്. കുട്ടികൾ ജിമ്മിൽ പോകുന്ന പല മാതാപിതാക്കളും നമ്മുടെ അടുത്ത് ഇതിനെക്കുറിച്ച് സംശയം ചോദിക്കാറുണ്ട്. പലരും ഈ ഇതിൻ്റെ ജാറുകൾ 5 കിലോ ഉള്ള ജാറൊക്കെയാണ് ഓരോരുത്തർ ഇത് വാങ്ങി ഉപയോഗിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ കിഡ്നി ഫെയിലിയറും മസിൽ തൽക്കാലത്തേക്ക് ഉണ്ടെങ്കിലും പിന്നീട് മസിൽ ഡാമേജ് കാര്യമായി വരികയും എക്സസൈസ് ഇല്ല, ആവശ്യത്തിന് ഹൈഡ്രേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് പെർമനൻ്റ് ആയിട്ട് പല ഡാമേജുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഡോക്ടർ എൻ്റെ കൈയുടെ ഈ ഭാഗം ഭയങ്കര വേദന. ഇവിടെ ഇടിച്ചൊന്ന് വീണായിരുന്നു 2 ദിവസം മുമ്പ്. അപ്പോൾ അതിനുശേഷമാണ് നല്ല വേദന വരാൻ തുടങ്ങിയത്. അപ്പം എന്തെങ്കിലും ചെറിയ ഫ്രാക്ചർ വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഡോക്ടർ എന്താന്ന് പറഞ്ഞ ഇടിച്ചൊന്ന് വീണായിരുന്നു. പിടികിട്ടി. ജിമ്മിലൊക്കെ പോകാറുണ്ടോ? ഈ പ്രോട്ടീൻ ജ്യൂസ് പ്രോട്ടീൻ പൗഡർ ഒക്കെ കഴിക്കാറുണ്ടോ? അത് പറ, നമുക്കിതൊക്കെ അറിയാവുന്നല്ലേ. നമ്മള് പണ്ട് ജിമ്മൊക്കെ എടുക്കാൻ പോയിട്ടുള്ള നമുക്കിതൊക്കെ അറിയാം. പക്ഷെ ഇത് വെള്ളമൊക്കെ കുടിക്കണം ശരിക്കും അല്ലേ? അതാണ് നമുക്കൊക്കെ അറിയാവുന്ന. ഈ പ്രോട്ടീൻ ജ്യൂസ് ഒക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കണം കേട്ടോ. ഇത് അങ്ങനെയൊക്കെ എടുക്കുവാണെങ്കിൽ ഇത് മറ്റേ ഈ നമ്മളെ മസിലൊക്കെ ഉണ്ടല്ലോ അങ്ങ് ക്ഷയിച്ചു പോവും കാലക്രമേണ. അതൊക്കെ വരും, പെട്ടെന്ന് അങ്ങനെ വരുത്തില്ല. നീ കണ്ടോ, കുറച്ചുകൂടെ കഴിയട്ടെ. പിന്നെ സ്ട്രോക്ക് ഇതൊക്കെ വരും, ഉറപ്പാ. എൻ്റെ കാര്യം പോയി. ഡോക്ടർ, കാര്യം ശരിയാണ്, ഞാൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡറും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഭയങ്കര തിരക്കിലാണ്. ജോലി തിരക്കൊക്കെ ഉള്ള കാരണം ഒരുപാട് അങ്ങോട്ട് സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല കുക്കിങ്ങിനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യാറുള്ളത്. ഡോക്ടർ, എൻ്റെ മോനെ നീ ശ്രദ്ധിച്ച് കേൾക്ക് പറയുന്നത്. ഈ പ്രോട്ടീൻ പൗഡർ കഴിച്ചുകൊണ്ടല്ലോ മസിലൊക്കെ ഉണ്ടല്ലോ ക്ഷയിച്ചു പോവും. അതറിയത്തില്ലയോ? പ്രോട്ടീൻ അടിച്ചാൽ അങ്ങനെ. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ വെള്ളം നല്ല രീതിയിൽ കുടിക്കണം കേട്ടോ. അതൊക്കെ നമുക്ക് അറിയാവുന്ന. നമ്മളൊക്കെ പണ്ട് ജിം എടുക്കാൻ പോയിട്ടുള്ളതല്ലയോ? പണ്ട്, വളരെ പണ്ട്, ഇപ്പോഴെങ്കിലും ഇല്ല, കുഞ്ഞില്. സാർ, ഇതൊന്ന് നോക്കാവോ? ഇത് 2015 പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡിയാണ്.
ഇതിൽ പറയുന്ന പ്രകാരം ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്നാണ്. അതുതന്നെയല്ല, ഹൈ പ്രോട്ടീൻ ഡയറ്റ് കിഡ്നിയുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് ഹെൽപ്പ് വരെ ചെയ്തേക്കും എന്നാണ് റിസർച്ച് കണ്ടെത്തുകയുണ്ടായത്. അതുപോലെ തന്നെ 2007 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച ഒരു കാര്യമാണ്, അതായത് ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊണ്ട് കിഡ്നിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവത്തില്ല എന്നുള്ളത്. എൻ്റെ കൊച്ചനെ ഈ റിസർച്ചും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുണ്ടല്ലോ, അതൊക്കെ വളരെ അശാസ്ത്രീയമാണല്ലോ. മനസ്സിലാക്ക്, ഇതൊക്കെ വെറുതെ സാർ. പക്ഷേ എന്റെടാ, ഞാനാണോ ഡോക്ടർ, നീയാണോ ഡോക്ടർ? ആരാ? നമുക്കിതൊക്കെ അറിയാവുന്നതല്ലേ. നമ്മൾ ചെറുപ്പത്തിൽ ജിമ്മൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ വെള്ളം ശരിക്കും കുടിക്കണം. അല്ലേ പ്രശ്നമാണ്, കിഡ്നിയൊക്കെ അടിച്ചു എന്റെടാ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അല്ലെ വേറെ ആരായിക്കോട്ടെ, വലിയ വലിയ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, അവരൊരു പൊട്ടത്തരം പറഞ്ഞെന്ന് വെച്ചിട്ട് ആ പൊട്ടത്തരം ശരിയാവാൻ പോകുന്നില്ല. അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സാർ, താങ്കളുടെ കയ്യിൽ പ്രത്യേകിച്ച് എവിഡൻസോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ചുമ്മാ തള്ളുന്നതാണല്ലേ? നമ്മളതൊക്കെ കണ്ടിട്ടുള്ളത് കുറേ, മനസ്സിലായോ? നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ജിം എടുക്കാൻ പോയിട്ടൊക്കെ ഉള്ളതാ. പക്ഷേ ശരിക്കും വെള്ളം കുടിക്കണം ഇതൊക്കെ ചെയ്യുമ്പോൾ, അല്ലേ? അതാ നമുക്കിതൊക്കെ അറിയാവുന്നതാണ്, മനസ്സിലായോ? അതാണ്. ഡോക്ടർ, താങ്കൾക്ക് ഈ ന്യൂട്രീഷൻ്റെ ഈ ഒരു സംഭവത്തിനെക്കുറിച്ച്, ഈ ഒരു വിഭാഗത്തിനെക്കുറിച്ച് ചിലപ്പോൾ അറിവില്ലായിരിക്കും കൂടുതൽ. ഒരു തെറ്റല്ല, പക്ഷേ അറിയാത്ത കാര്യം പറയാതിരിക്കുന്നതാണ് സാർ ബുദ്ധി. അപ്പോൾ ശരി, ഇപ്പോൾ താങ്ക് യു. എടാ, എന്ത് പോകണോ? അല്ല, നിങ്ങളുടെ മറ്റേ മസാജ് ബോഡി ചെക്കപ്പ് നടത്തിയിട്ട് പോകായിരുന്നു. എടാ പോകണോ? അപ്പോൾ തീർച്ചയായിട്ടും കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉള്ള ആൾക്കാർ, അതായത് കിഡ്നിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള ആൾക്കാർ, അവരൊരു ഹൈ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുവാണ്, തീർച്ചയായിട്ടും അവരുടെ കിഡ്നിയെ അത് സാരമായിട്ട് ബാധിക്കും. ഈ ഡയബറ്റീസ് ഉള്ള ഒരാൾ അധികം മധുരം കഴിക്കുന്ന പോലെ തന്നെയാണ്. എന്ന് വെച്ചിട്ട് ഷുഗർ ഇല്ലാത്ത ഒരാൾ അധികം മധുരം കഴിക്കുന്നതുകൊണ്ട് അവർക്ക് ഷുഗർ ഉണ്ടാവണമെന്നില്ല, ഇല്ല ഡയബറ്റീസ് ഉണ്ടാവണമെന്നില്ല. പോകാൻ വേണ്ടി അവർ പൗഡർ കഴിച്ച് അതിന്റെ ഒരു ഭാഗമാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ആഗസ്റ്റ് 4, 2012 ആഗസ്റ്റ് 4 വെളുപ്പിനായിരുന്നു സംഭവം. ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പൊ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ പുള്ളി ഏതെങ്കിലും ഡോക്ടർമാരോട് സംസാരിക്കാറുണ്ടായിരുന്നോ? ഇല്ല, ഡോക്ടർമാരൊന്നും കണ്ടില്ല. ജിമ്മിൽ പോകും, ഇത് കഴിക്കുമായിരുന്നു. ഡോക്ടറുടെ ഉപദേശം ഉണ്ടായില്ലെന്നു. എടുത്തുകൊണ്ട് കുലുക്കിക്കൊണ്ട് പോകണം. അപ്പം ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ വിചാരിച്ച് അയാൾ ഈ സ്റ്റിറോയിഡ് ഒക്കെ എടുക്കുമായിരുന്നു, ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുമായിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടല്ല. അവത്താ മരുന്നിന് ശേഷമാണ് ഫ്രിഡ്ജിലിരുന്ന് അത് കിട്ടിയത്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു അവസരം മുതലാക്കുമല്ല, ഞാൻ തീർച്ചയായിട്ടും ഖേദിക്കുന്നു ഈ മാതാപിതാക്കൾക്ക് ഇങ്ങനൊരു നഷ്ടം സംഭവിച്ചതിൽ. പക്ഷേ അയാൾ ഈ സ്റ്റിറോയിഡ് ഒക്കെ എടുക്കുമായിരുന്നു, ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുമായിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടല്ല. അവത്താ മരുന്നിന് ശേഷമാണ് ഫ്രിഡ്ജിലിരുന്ന് അത് കിട്ടിയത്. കണ്ടോ, ഈ വീഡിയോക്കകത്ത് പറയുന്ന പോലെ തന്നെ യഥാർത്ഥത്തിൽ ഈ കുലുക്കി കുടിക്കുന്ന പ്രോട്ടീൻ ഷേക്ക് മാത്രമല്ല ഇവരുടെ മകൻ യൂസ് ചെയ്തത്, സ്റ്റിറോയിഡ്സ് തീർച്ചയായിട്ടും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മെയിൻ കാരണം. അപ്പോൾ സ്റ്റിറോയിഡ്സ് അശാസ്ത്രീയമായിട്ടും അതുപോലെ തന്നെ അൺസേഫായിട്ടും യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വിപത്ത് ഇവർക്ക് വന്നത്. ഇനി ഞാൻ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ട് പറയുമല്ല, സേഫ്ലി യൂസ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ സേഫ് യൂസിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമേ കൺസൾട്ട് ചെയ്തിട്ട് അങ്ങനെ വല്ല ആവശ്യത്തിനനുസരിച്ച് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത്രയധികം സൈഡ് എഫക്ട്സ് ഇതിനുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇത് തികച്ചും ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. സിഗരറ്റ് വലിക്കുന്നതും കള്ളു കുടിക്കുന്നതും പോലെ ഉള്ളൊരു സംഭവമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെയും കാണുന്നത്. തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് ഒരിക്കലും ഞാൻ സ്റ്റിറോയിഡ്സ് എടുക്കുന്നത് പ്രൊമോട്ട് ചെയ്യുവോ ഇല്ല ഒരിക്കലും സപ്പോർട്ട് ചെയ്യുക പോലും ചെയ്യത്തില്ല. മാക്സിമം അവരെ പിന്തിരിപ്പിക്കാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർക്ക് അതവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ചോയ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിവേകപൂർവ്വം ഒരു ചോയ്സ് എടുക്കേണ്ടത് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. ഇനിയും ഓരോന്ന് ചുമ്മാ തള്ളുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് എന്ത് പ്രൂഫാണ് അവരങ്ങനെ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചോ ഇല്ല അവർ പറയുന്നതിനെ കുറിച്ചൊക്കെ അവരുടെ കയ്യിൽ ഉള്ളതെന്ന് അവരുടെ അടുത്ത് ചോദിക്കുക. നിസ്സാര ഈ TV ഷോയ്ക്കകത്ത് തന്നെ പറയുന്ന കേട്ട പിന്നെ ഏതൊരു മനുഷ്യരും ജിമ്മിന്റെ 7 അയലത്ത് പോലും പോകത്തില്ലായിരിക്കും. അതുമാതിരിയൊക്കെയാണ് ഈ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചൊക്കെ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ മണ്ടത്തരങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദിയായി മാറിയിട്ടുണ്ട് ഇതുപോലത്തെ ഉള്ള ടോക്ക് ഷോകളൊക്കെ. നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാൻ കുറവുള്ളവർക്ക് പ്രോട്ടീൻ എടുത്ത് റീപ്ലേസ് ചെയ്തു. കിഡ്നിയുടെ അസുഖങ്ങളൊക്കെ യൂറിൻ വഴി പ്രോട്ടീൻ എടുത്തു. പ്രോട്ടീൻ ശരിക്കും സപ്ലിമെന്റേഷൻ ഡോക്ടർ സപ്ലിമെന്റ് ചെയ്യാറില്ല. പക്ഷേ ഡയറ്റീഷ്യൻ ഡയബറ്റീസ് ഉള്ള കിഡ്നിയുടെ പ്രോബ്ലം അത് ഡയറ്റീഷ്യൻ കറക്റ്റ് സപ്ലിമെന്റ് ചെയ്യും. അതിന് മെഡിക്കലി അപ്രൂവ് പ്രോട്ടീൻ എക്സ് എന്ന് പറഞ്ഞ പല പ്രിപ്പറേഷൻസ് ഉണ്ട്. അതെല്ലാം പ്രിസ്ക്രൈബ് ചെയ്യും. പലപ്പോഴും ഇതെല്ലാം ഓഫ് ലേബിൾ പ്രിപ്പറേഷൻ ഉണ്ട്, ഓൺ ലേബിൾ ഉണ്ട്. അപ്പോൾ ഡെഫിഷ്യൻസി കാൽസ്യം, വൈറ്റമിൻ ഡി, നമ്മുടെ ആർത്തവരാം കഴിഞ്ഞ പെണ്ണുങ്ങൾക്കെല്ലാം കാൽസ്യം കുറവ്. കാൽസ്യം കറക്റ്റ് എടുക്കാം, പക്ഷേ മസിൽ വെക്കാൻ വേണ്ടി കാൽസ്യം വൈറ്റമിൻ ഡി എടുത്ത സൈഡ് എഫക്ട്.
അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആവാതിരിക്കാനായിട്ട് ഇവർ ഇതിനകത്ത് പറയുന്ന മണ്ടത്തരങ്ങളൊന്നും കൂടുതൽ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഒന്നും പറ്റാൻ പോകുന്നില്ല, ഇവരൊക്കെ ഈ പറയുന്ന പോലെ. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള വില്ലൻ സ്റ്റെറോയിഡ്സ്, ഇങ്ങനത്തെയുള്ള ഡ്രഗ്സ് ആണ്. അപ്പോൾ അത് മിക്ക രാജ്യങ്ങളിലും ഇല്ലീഗലായ കാരണം ഈ സത്യം മറക്കപ്പെടുന്നു. എന്നിട്ടുള്ള പഴി മൊത്തം വരുന്നതോ ഇതുപോലത്തെയുള്ള പ്രോട്ടീൻ പൗഡറും ഇതുപോലത്തെയുള്ള സപ്ലിമെൻറ്റ്സിൻ്റെ മണ്ടയിൽ. നിസ്സാരം എന്തിനു പറയുന്നു, ലോകത്ത് എവിടെ എടുത്ത് നോക്കിയാലും ഇത്രമാത്രം അന്ധവിശ്വാസം ഈ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിലും അതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചും വേറെ ഒരിടത്തും ഇല്ല. കാരണം എല്ലായിടത്തും സപ്ലിമെൻറ്റ്സ് ഒക്കെ അപ്രൂവ്ഡ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് തള്ളു കാരണം, ഇതുപോലത്തെയുള്ള അന്ധവിശ്വാസങ്ങൾ കാരണം ആൾക്കാർക്ക് ഫിറ്റ്നസ്സിനെ കുറിച്ചുള്ള ബോധം പൊതുവെ കുറവായതിൻ്റെ കാരണം കൊണ്ടും ഇങ്ങനത്തെയുള്ള പല മണ്ടത്തരങ്ങളും ഓരോ തള്ളുവീരന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുത്തിക്കൊണ്ടേയിരിക്കുക. ഇനി പക്ഷേ ഞാൻ ഈ പ്രോട്ടീൻ പൗഡറോ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണേ എടുക്കാം. വേണമെന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രോട്ടീൻ പൗഡർ എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, എന്തിനു നമ്മൾ യൂസ് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോ പാർട്ട് 2-ൽ പറയുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് തീർച്ചയായിട്ടും കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെയുള്ള കണ്ടന്റിനായിട്ട്. അപ്പോൾ ഇനിയും കാണുന്നവരെ